ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ആലോചന നമ്മൾ തുടർമാനമായി കേട്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഐ വോണ്ട് ബി ലോങ്, ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. എന്നാൽ കർത്താവ് ഒരു ചിന്ത ഈ പുതിയ വർഷത്തിലേക്ക് തന്നത് പ്രൈസ് ലോർഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും ഒരു പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ആ വർഷത്തെക്കുറിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഇത് ഹാർവസ്റ്റിൻ്റെ ഒരു ഇയറാണ്, അത്ഭുതങ്ങളുടെ ഒരു ഇയറാണ്, സൗഖ്യത്തിൻ്റെ ഒരു വർഷമായിരിക്കും. അങ്ങനെ പല പല രീതിയിൽ നമ്മൾ പേരിടാറുണ്ട്. ആ പേരിടുന്നതെല്ലാം ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ പാസ്റ്റർ മാണിയായിട്ടും സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പഴയ നിയമ വിശുദ്ധന്മാർ ഇസ്രായേൽ മക്കളോട് ദൈവം അരുളി ചെയ്തപ്പോൾ അവർ ഓരോ ദിവസത്തിന് ഓരോ പേരിട്ടിരുന്നു. അവർ പേരിടുന്നതിനനുസരിച്ച് ദൈവം അതിനെ ആ ദിവസമാക്കിയാണ് മാറ്റുകയും ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നത്തെ സ്ഥലത്തിനെല്ലാം മനുഷ്യരാ പേരിട്ടത്. അവൻ ബഥേൽ എന്ന് പേരിട്ടു, യഹോവ ഇരേ എന്ന് ആര് പേരിട്ടു? അബ്രഹാം പറഞ്ഞു ഇങ്ങനെ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അബ്രഹാം ഒരു പേരിട്ടു. ദൈവം അത് അങ്ങോട്ട് സീൽ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് പ്രഖ്യാപിക്കുന്നുവോ അതിനെ ദൈവം സീൽ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു, നീ എന്നെ കുറിച്ച് പറഞ്ഞതാണ്. ഇന്ന് അതിന് കണക്ഷനൊക്കെ എനിക്ക് കിട്ടുകയുണ്ടായി. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പായി, ആത്മനിറവിലുള്ള ഒരു ജീവിതം ഹല്ലേലൂയ നിനക്ക് ഞാൻ തരും, പക്ഷെ നീ അത് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് നമ്മൾ കീഴടങ്ങിയാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ എത്തിച്ചേരുവാനും കഴിയും. അത് ഫലപ്രദമായ ജീവിതമായി മാറുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവനും, നമ്മുടെ ഫോക്കസ് ഇൻ ദിസ് കമ്മിങ് ഇയർ. പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും. ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഹല്ലേലൂയ വരും, പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഒരല്പസമയം അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ 14 കഴിഞ്ഞിട്ട് 2014 കഴിഞ്ഞ് 2015 നമ്മൾ കയറി. വി ക്രോസ്ഡ് ഓവർ അല്ലേ? നമ്മളൊരു ക്രോസിംഗ് ഓവർ അപ്പോൾ നടന്നത്. ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴും അത് ഒരു തിയറി അല്ല, പ്രാക്ടിക്കലായിട്ട് കൂടി നടക്കണം. എന്താ പാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം? നമ്മളിന്ന് സാക്ഷ്യം പറയുമ്പോഴൊക്കെ ജയത്തിന്റെ സാക്ഷ്യം പറയുമ്പോഴും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. പ്രിയ ലൈസാമ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ആരുമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എന്നെ ഭരിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ റിയാലിറ്റി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കതിനെ കണ്ണടച്ചേച്ച് സ്വോത്രം 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 എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനർത്ഥം we need to cross over something in these days. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലൊക്കെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ക്രോസ് ചെയ്തിട്ട് നമ്മുടെ യാത്ര സുഗമമായി തീരാൻ പോകുകയാണ്. എന്താ ഉദ്ദേശിച്ചത്? നമ്മളിന്ന് സങ്കീർത്തനത്തിൽ വായിച്ച ഒരു ചെങ്കടൽ കടന്നു. ചെങ്കടൽ വരെ ആരുടെ അധീനതയിലാണ്? ഫറവോന്റെ ആ ഒരു ഇമ്പാക്റ്റ് അവിടെ വരെ ഉണ്ട്, ഒരു ഡ്രാഗിങ് ഫോഴ്സ് അവിടെ വരെ ഉണ്ട്. എന്നാൽ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ അവര് സ്വതന്ത്രരാകുകയും ചെയ്തത് വാസ്തവത്തിൽ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രതികൂലം കഴിയുമ്പോൾ നമ്മൾ അല്പം കൂടി സ്വതന്ത്രരാകുക. ഒരു പുതിയ യാത്രയ്ക്കുള്ള ഒരു ക്രോസിംഗ് ഓവർ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിക്കട്ടെ. യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അമ്മാമ ഈ 30-ാമത്തെ വാക്യം ചേർത്ത് വായിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം 31-ൽ വരുന്ന വേറൊരു ദൂത 30-ല് ഒരു കാര്യം ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റണം. ബാല്യക്കാരുടെ വിഷയം എങ്ങനെയാണെങ്കിലും ഹല്ലേലൂയ, എന്റെ വിഷയത്തിന് വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബാല്യക്കാരെ ക്ഷീണിക്കുമ്പോഴും ഞാൻ ക്ഷീണിക്കാതിരിക്കുന്നതിന് ഒരു രഹസ്യമുണ്ട്. 40-ാം അധ്യായത്തിനുള്ള ഒരു പ്രത്യേകതയുണ്ട്. 40-ാം അധ്യായം പുതിയ നിയമവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതൊരു സുവിശേഷമാണ്. യെശയ്യാ പ്രവചനത്തിലെ സുവിശേഷം തുടങ്ങുന്നത് 40-ാം അധ്യായം. അപ്പൊ സുവിശേഷം തുടങ്ങിയിട്ട് യേശു കർത്താവിനാലുള്ള വീണ്ടെടുപ്പ് തുടങ്ങിയിട്ട് താഴേക്ക് വരുമ്പോൾ ആണ് ഈ ഒരു ഭാഗം കാണുന്നത്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം പ്രവർത്തിക്കാൻ പോവുകയാണ്. ആകയാൽ നിങ്ങൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എങ്ങനെയാ അത് വിടുന്നേ? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ ഇത് how can I exercise the power which is in me? എങ്ങനെയാ ഈ പവർ ഞാൻ എക്സസൈസ് ചെയ്യുന്നേ? യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ. നമ്മൾ ആദ്യം വായിച്ചു എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തു, അത് കഴിഞ്ഞ് ഓർത്തവനെ വിടുവിച്ചു. നമ്മൾ വീണ്ടും കേട്ടു ദൈവസന്നിധിയിൽ humble yourself in the presence of God. ദൈവസന്നിധിയിൽ നിങ്ങൾ തന്നെ താഴ്ത്തി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്താ സംഭവിക്കാൻ പോകുന്നേ? We are going to fly over. ഹല്ലേലൂയ. നമ്മൾ എന്തിനാ സംഭവം നടക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഹല്ലേലൂയ വലിയ പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, മലകൾ പോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ 2014 എൻഡിലെത്തിയപ്പോഴും തീർന്നിട്ടില്ലായിരുന്നു. ഉണ്ടോ? എല്ലാ മലയൊന്നും തീർന്നിട്ടില്ല. ഒരുപാട് നമ്മൾ ക്രോസ് ചെയ്തു. എന്താ വാസ്തവത്തിൽ ഒരു മല എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ മൗണ്ടൻ ബിഫോർ എ ബിലീവർ? എന്താ ഒരു മൗണ്ടൻ? എ മൗണ്ടൻ ഈസ് സംതിങ് ഹിൻഡ്രൻസ് ടു അവർ പ്രോഗ്രസ്. നമ്മുടെ പ്രോഗ്രസിന് തടസ്സമായി നിൽക്കുന്നതാണ് ഒരു മല. ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് എന്തെല്ലാം ഉണ്ട്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ജോലി തടസ്സമാണ്, ജോലി തടസ്സമാണ്. നമ്മളാരും പിന്മാറ്റത്തിൽ പോകുന്നവരായിട്ടല്ല പോകുന്നത്. പിന്മാറ്റത്തിൽ പോകുന്നവനെ പാവം ചെയ്ത് പാവിയായിട്ട് ലോകത്തിലേക്ക് പോകുന്നതല്ല. ദൈവം എന്നെ കുറിച്ച് ഒരു പ്രോഗ്രസ് വെച്ചിരിക്കുമ്പോൾ അതിന് തടസ്സമായി ചില മല വരുമ്പോൾ ഞാൻ അവിടെ പെട്ടുപോവുകയാണ്. ചില മൗണ്ടൻ വിച്ച് ഈസ് ഹിൻഡ്രൻസ് ടു അവർ പ്രോഗ്രസ്. മല എന്തിനാ കാണിക്കുന്നത്? നമ്മൾ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ചില പൊസഷൻസിനെ, ചില അവകാശങ്ങളെ അവകാശമാക്കുവാൻ തടസ്സമായിട്ട് നമ്മുടെ മുമ്പിൽ വെല്ലുവിളിക്കുന്നതാ ചില മലകൾ. പ്രൈസ് ദി ലോർഡ്. ഈ 2014 നമ്മൾ ക്രോസ് ചെയ്ത് 15 കയറുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ചില അവകാശങ്ങൾ പ്രാപിക്കുന്ന ഒരു വർഷമായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ ജേർണിയിൽ ദൈവം നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് നൽകുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഐ ബിലീവ് ഇറ്റ്. എന്താ മല കാണിക്കുന്നത്? ഇറ്റ്സ് ആൻ ഒബ്സ്ട്രക്ഷൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ഗോൾ റീച്ച് ചെയ്യാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് എന്തും അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം, ഞാൻ എത്തണമെന്ന് ഉദ്ദേശിച്ചിടത്ത് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കൃപകളൊന്നും നമ്മൾ പ്രാപിച്ചിട്ടില്ല. റെസൊല്യൂഷൻസ് കാര്യമായിട്ടൊന്നും കേട്ടില്ല ഇന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ അതെന്തുകൊണ്ടാണ് ആരോ പറഞ്ഞു പണ്ടെടുത്ത റെസൊല്യൂഷൻ നടക്കാഞ്ഞുകൊണ്ടാ പിന്നെ എടുക്കണ്ടെന്ന് വെച്ചത്. ഹല്ലേലൂയ. റെസൊല്യൂഷൻ എടുക്കണില്ല എന്നൊരു റെസൊല്യൂഷൻ എടുത്തു എന്ന് ഒരാൾ പറഞ്ഞു കേട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളൊന്ന് പറഞ്ഞാലേ ദൈവം അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജോയൽ പാടിയതുപോലെ ഞാൻ യേശുവിനായി ജീവിക്കും എന്ന് പറയുന്നവനെയാണ് കർത്താവ് സപ്പോർട്ട് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഓർത്തോളണം, കർത്താവിന് വേണ്ടി ഇട്ടെടുക്കുന്ന സ്റ്റെപ്പുകൾ ദൈവം നമ്മളെ ആ ഗോളിൽ എത്തിച്ച് ചേർക്കും. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് പ്രതികൂലം കടന്നു വരുന്നത്? എന്നെ ചിന്തിപ്പിച്ച് ഞാൻ പാസുമാനിയായിട്ടൊന്ന് ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ജിജി അത് വലിയൊരു ദൂതാണെന്ന്. വിഷയത്രേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ, മറിയയുടെ മുമ്പിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആരാ കൊണ്ടുപോയി നട്ടത്? ദൂതനാ കൊണ്ടുപോയി നട്ടത്. വെറുതെ ഇരുന്ന ഒരു പെങ്കൊച്ചിന്റെ മുമ്പിൽ, വെറുതെ ഇരുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ അസാധ്യമായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുപോയി മുമ്പിൽ കൊണ്ടുവച്ചത് ദൈവം തമ്പുരാനാ. എന്നിട്ട് പറഞ്ഞു, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല, മറിയ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾക്കാലം ഓർത്തോളണം, എന്റെ മുമ്പിൽ വരുന്ന ഏതൊരു മലയുടെ പിന്നിലും ഒരു പർപ്പസ് കാണാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മല എന്താ തെളിയിക്കുന്നത്? ഈ പ്രതികൂലം എന്താ തെളിയിക്കുന്നത്? ഒന്ന് വിളിച്ചു പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്നെ ഞാൻ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ പ്രതികൂലമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ സിംപ്ലിഫൈ ചെയ്യാം. ദാവീദിനെ അന്നത്തെ ഇസ്രായേൽ ആരും അറിയില്ല. എന്നാൽ അവന്റെ മുമ്പിൽ ഒരു ഗോലിയത്ത് പൊങ്ങി വന്നപ്പോൾ ദാവീദിനെ ദൈവം ഉപയോഗിച്ചു. ഉടനെ ശൗലി ചോദിക്കാൻ തുടങ്ങി, ഏതാ ഈ ബാല്യക്കാരൻ? പ്രൈസ് ദി ലോർഡ്. എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള പ്രതികൂലത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതിനനുസരിച്ചിരിക്കും നിന്നെ ലോകം അറിയുന്നത്. അല്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. ഒരു പ്രതികൂലം എന്നെയും നിങ്ങളെയും അഡ്വർടൈസ് ചെയ്യും.
തീർച്ചയല്ലേ? ആലോചിക്കേ, എൻ്റെ അനുഭവമാണ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ അനുഭവമാണ്. ഒരു പ്രതികൂലം ജീവിതത്തിൽ വന്നതാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉയർത്തി മാനിക്കാനായിട്ട് ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം പറയാം. പ്രതികൂലം മുമ്പിൽ വരുമ്പോൾ ആ വാസ്തവത്തിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കോളിംഗ് വെളിപ്പെടുന്നത്. എന്താ തെളിവ് പാസ്റ്ററെ? യോസേഫ് ഒരു സ്വപ്നക്കാരൻ മാത്രമായിരുന്നു. അവനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടു, അവിടുന്ന് പൊത്തിവേറിന്റെ വീട്ടിലിട്ടു, അവിടുന്ന് കൊണ്ടുപോയി പ്രതികൂലം ഒന്നുകൂടി കൂടി ഒരു കാരാഗ്രഹത്തിന് അകത്തെത്തി കഴിഞ്ഞപ്പോൾ സ്വപ്നക്കാരൻ ആരായിട്ട് മാറി? സ്വപ്നക്കാരൻ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നവനായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രതികൂലം എന്നിലും നിങ്ങളിലുമുള്ള ദൈവത്തിന്റെ കോളിങ്ങിനെ ഉയർത്തി കാണിക്കും. ഹല്ലേലൂയ. A mountain will really reveal what is the anointing in you. നമ്മളിലുള്ള anointing വെളിപ്പെടുത്തും. എന്താ പറഞ്ഞേ? ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതികൂലത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞേ? എന്നിലുള്ള കോളിങ് വെളിപ്പെടുത്താൻ കഴിയും. തന്നെയുമല്ല, എന്നിലുള്ള പൊട്ടൻഷ്യൽ, എന്നിലുള്ള അനോയിന്റിങ്. അത് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. ഞാൻ ഫിലിപ്പിനെ കുറിച്ച് പഠിച്ചു. ആരാ? സുവിശേഷകൻ ഫിലിപ്പ്. അവൻ ആരായിരുന്നു? ഒരു ഡീക്കണായിരുന്നു. ഡീക്കണായ ഫിലിപ്പ് ഒരു സുവിശേഷകനായി മാറി അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ നടന്നു. എങ്ങനെയാ നടന്നേ? ഒരു ദൂത് വിളിച്ചു പറയാ, പേഴ്സണലായിട്ട് പറയാ ലൈസോൺസിനോട്. ഹല്ലേലൂയ. ഫിലിപ്പിന്റെ സ്വന്തം ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു ആര്? സ്തേഫാനോസ്. അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞപ്പോൾ സ്വന്തം കൂട്ടുകാരൻ ലോകത്ത് വെച്ച് ആരെ സേവിക്കുന്നോ അവന് വേണ്ടി കൊല്ലപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ തകർന്നു പോയില്ല. ആ ഫിലിപ്പ് ആ ഒരൊറ്റ വിഷയത്തിലൂടെ അവന്റെ മേലുള്ള അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ ദൈവം ഒരു സുവിശേഷകനാക്കി മാറ്റി, അടയാളങ്ങൾ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്ന ഒരുവനാക്കി മാറ്റി തീർക്കുവാൻ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ പോലും ഹല്ലേലൂയ മാറിപ്പോകുവാൻ കർത്താവ് അനുവദിച്ചെന്നിരിക്കും. അങ്ങനെയെങ്കിൽ കർത്താവേ, എന്നെ നീ പുതിയ ബലത്താൽ, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യും. A mountain will prove what is the anointing in you. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയത്തിന്റെ ആനുപാതികമായിട്ടായിരിക്കും ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. ചെറിയ വിഷയമാണെങ്കിൽ അതിന് ചെറിയ താക്കത്ത്, ഹിന്ദിയിൽ താക്കത്ത് മതി. എന്നാൽ ദൈവം നമ്മുടെ എത്ര വലിയ വിഷയം ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള എന്ത് തരും? അഭിഷേകം തരും. ഹല്ലേലൂയ. ഈ മലയെ നമ്മൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒന്ന് രണ്ട് ചിന്തകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് ഈ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്നാ ഭാഷ, ഈ മല എന്നതാ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊക്കെ ഓരോ വിഷയങ്ങളുണ്ട്. 26 വർഷം ആയിട്ട് പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഇപ്പോഴും എന്നാ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യാം? ഒന്നുകില് ഇങ്ങനെ ഒരു വിഷയമില്ലെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അത് ബുദ്ധിയല്ല. വിഷയം നമ്മൾ തന്നെ അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ വിഷയം അഭിമുഖീകരിക്കുന്നത്. ഈ വിഷയത്തെ കണ്ടുവിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇസ്രായേൽ മക്കൾ ഒരു കാര്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ ഒന്ന് വായിച്ചേ. നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സസ് 1 to 4. ഒരു വലിയൊരു വിഷയം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ തടസ്സമായിട്ടൊരു വിഷയം മുമ്പിൽ വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു വിഷയമാണ് നമ്പേഴ്സ് 14 വേഴ്സസ് 1 to 4. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടെ വെച്ച് മരിക്കുമില്ലെങ്കിൽ ഞങ്ങൾക്ക് പുറകോട്ട് പോയി അവിടെ പോയി മരിച്ചാൽ മതിയായിരുന്നു. We need to go back. ഇങ്ങനെ ഒരു വിഷയം അഭിമുഖീകരിക്കാൻ ഞങ്ങൾക്കത് കഴിയുകയില്ല. പുറകോട്ട് പോകാൻ ആഗ്രഹിച്ച ഒരു ജനം. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ അത് ഇതുവരെയും കരുതി ഇങ്ങനെ അറിയോ പിന്മാറ്റത്തിൽ പോകുന്നെങ്കിൽ. അങ്ങനെയല്ല. ദൈവം എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ട് പിന്മാറുന്നു എങ്കിൽ എനിക്ക് അവനിൽ
അങ്ങനെയെങ്കിൽ ഇന്ന് ഈ 2015 ഒരു കാര്യം തീരുമാനിച്ചോളാം, കർത്താവേ നീയാണ് എന്നെ വിളിച്ച് ഈ സ്റ്റെപ്പ് വെപ്പിച്ചത്, ഇതിലേക്ക് എന്നെ നീയാണ് നടത്തിയത്, ഇനി പിന്മാറുന്ന വിഷയമില്ല. ഹല്ലേലൂയ. ഇന്ത്യയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകുന്നവരായിരിക്കാം, ഇവിടെ മിഷൻ പ്രവർത്തനം ചെയ്യുന്നവരായിരിക്കാം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാലുകളെ പുറകോട്ട് വലിക്കരുത്. 2015 നമ്മൾ മുമ്പോട്ട് പോകുന്ന വർഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറകോട്ട് പോകുവാൻ നമുക്ക് കഴിയില്ല. മറ്റൊന്ന്, വലിയൊരു മലയുള്ളപ്പോൾ പിന്നെ അടുത്ത് ചെയ്യാവുന്ന എന്തുവാ? അതിനെ ചുറ്റിപ്പോകുക. ചുറ്റിപ്പോകുന്ന അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇറ്റ്സ് എ വേസ്റ്റഡ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ നമ്മൾ നേരിടാതെ നമ്മൾ മാറിക്കടന്നു പോകുന്നതിൽ ഒരർത്ഥവുമില്ല. മൂന്നാമത്തെ വിഷയം ചെയ്യാൻ പറ്റുന്നത് അതിനെ കീഴടക്കുക എന്നാണ്. കയറി കീഴടക്കുക. എന്താ പാസ്റ്റർ പറയുന്നതിന് കാരണം? കാലേബ് ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ മല എനിക്ക് തരിക. കാലേബ് തന്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു, ലെറ്റ് us go up and subdue it. നമ്മുടെ മുമ്പിൽ ഈ ന്യൂയോർക്ക് പട്ടണം കർത്താവ് തന്നിരിക്കുക. നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, അവോയ്ഡ് ചെയ്യാം, എന്നിട്ട് നമ്മളുള്ളവർ തന്നെ സ്വോത്രം 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 എന്ന് പറഞ്ഞാൽ പാടി പോകാം. പക്ഷെ ഒരു കാര്യം, ദൈവം എൻ്റെ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു മല വെച്ചിട്ടുണ്ട്. അനാക്യമല്ലന്മാരുള്ള മലയാണ്. ദേശം അതിലെ നിവാസികളെ തിന്നുകളയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു പട്ടണം അല്ലേ ഇത്? എന്നാൽ കീഴടക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം അതിനെ കീഴടക്കുവാൻ കഴിയും. ഇനിയും തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിലോ, ഇന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചു, ഇസ്രായേലിനെ ചെങ്കടലിലൂടെ വലിയൊരു പ്രശ്നം മുമ്പിൽ വരുമ്പോൾ എന്താ ചെയ്യുന്ന? അവിടെ ഇസ്രായേൽ ജനം എന്താ ചെയ്ത്? വിശ്വാസത്താൽ മോശ കൈ നീട്ടി അതിനെ വിഭാഗിച്ചു. നമ്മൾ ഇനി അല്പം കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള വിഷയം അടുത്ത 3-4 മിനിറ്റിനുള്ളിൽ ചിന്തിക്കാൻ പോവുകയാണ്. വിശ്വാസത്താൽ മോശ കൈ നീട്ടി, അല്ലേ? ആ സമയത്ത് ദൈവം എന്താ ചെയ്തേ? ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു. ദൈവം ഒരു ഈസ്റ്റ് വിൻഡ്, കിഴക്കൻ കാറ്റടിപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അവിടെ വ്യാപരിച്ചു. ഹല്ലേലൂയ. അവരുടെ മുമ്പിലുള്ള പ്രതികൂലത്തെ ഒരു തുരങ്കം പോലെ അതിനെ അവിടെ ഒരു പാതയുണ്ടാക്കി ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ അപ്പുറത്തേക്ക് കടത്തിയെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. 2015 എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള പ്രതികൂലത്തെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനെ വിഭജിച്ച് അക്കരയ്ക്ക് കടത്തുവാൻ ദൈവത്തിന് കഴിയും. മോശെ വിശ്വാസത്താൽ നീ കൈ നീട്ടിയാൽ മതി, ദൈവം നിന്നെ ആത്മാവിനെ അയക്കാൻ പോവുക. 2015 ആത്മാവിന്റെ വർഷമാ. കാരണം എന്റെ മുമ്പിലുള്ള പ്രതികൂലത്തെ, നിന്റെ മുമ്പിലുള്ള പ്രതികൂലത്തെ അതിനെ ഹല്ലേലൂയ തുരത്തി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, എന്റെ മുമ്പിലുള്ള പ്രതികൂലം മാറ്റാൻ പോവുക. ആരാ മാറ്റുന്നത്? ഞാൻ വിശ്വാസത്താൽ ചില സ്റ്റെപ്പ് വയ്ക്കും, എന്നാൽ ദൈവം നിന്റെ ആത്മാവിനെ അയക്കാൻ പോവുകയാണ്. അടുത്ത വിഷയം നമുക്കറിയാം. അങ്ങനെ വിഭജിക്കാൻ പറ്റാത്തത് വിഷയം ഉയർന്നു നിൽക്കുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ കേട്ടു. യോശുവയുടെ മുമ്പിൽ എന്ത് ചെയ്തെന്നാ എഴുതിയിരിക്കുന്നത്? സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. മുമ്പിൽ വലിയൊരു പ്രതികൂലം ഉയർന്നു നിന്നപ്പോൾ അവരെന്താ ചെയ്തത്? അവർ സ്തോത്രം പാടി. ഒന്ന്, വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് നിൽക്കുമ്പോൾ ആത്മാവ് വ്യാപരിക്കും. 2, സ്തോത്രം പാടുക, അവര് സ്തുതിക്കുക. സ്തോത്രം പാടിയപ്പോൾ ഈ മുമ്പിലുള്ള പർവ്വതത്തെ അത് നിലം പരിചാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. നിലം പരിചാക്കി മാറ്റുന്ന എന്റെ മുമ്പിലുള്ള, നിങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലത്തെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാനിത് പറയുന്നത് ദൈവാത്മാവ് വ്യാപരിക്കാൻ പോവുക. എന്റെ വിശ്വാസത്തിന്റെ കൂടുതലല്ല, എന്റെ സ്തോത്രത്തിന്റെ കൂടുതലല്ല, എന്നാൽ ഇത് രണ്ടും നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ച് ആ വലിയൊരു മതിൽക്കെട്ടിനെ തകർത്ത് കളഞ്ഞെന്ന ഞാനതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ഇംപ്ലോഷൻ. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഇംപ്ലോഡ് ചെയ്യുന്നുണ്ടോ? ഇതാരത് പൊളിച്ചു കളയുന്നേ? ദൈവത്തിന്റെ ശക്തിയാ അവിടെയും വ്യാപരിച്ചത്. അതുകൊണ്ട് നമ്മൾ വായിച്ചു കേട്ടത്, ഒടുവിൽ കവർത്താവിലും അവന്റെ അമിതബലത്തിൽ നിങ്ങളൊന്ന് ശക്തിപ്പെട്ടേ ഇംപ്ലോഷൻ നടക്കുന്ന കാണാൻ കഴിയും. നിന്റെ മുമ്പിലുള്ള മതിലുകൾ ഇടിഞ്ഞു മാറുന്ന കാണാൻ കഴിയും. ഞാനത് വിശ്വസിക്കുക. എന്റെ മുമ്പിലുള്ള മതിലുകൾ ഈ 2015 ഇടിഞ്ഞു മാറുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു മലയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി റീലൊക്കേറ്റ്, എന്റെ മുമ്പിൽ നിന്ന് നീ മാറിപ്പോക്കോളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതികൂലമായി ഉയർന്നു നിൽക്കുന്നതിനെ മാറ്റിക്കളയുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ വിളിച്ചു പറയാ. ഹല്ലേലൂയ. രാജാനും മോനിമാമയും പറഞ്ഞ് മോളിലൊരുത്തൻ വാടകയ്ക്കൊരുത്തൻ താമസിക്കുന്നവൻ പോകുന്നില്ലെന്ന്.
കർത്താവ് തന്റെ ദാസിക്ക് വചനം കൊടുത്തു. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുമ്പിലുള്ള പ്രതികൂലത്തെ അതിന്റെ നിലയിൽ നിന്നും തുടച്ചു മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യും. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് അവിടെ വ്യാപരിക്കുക. എങ്ങനെയാ മാറിയത്? പ്രാർത്ഥനയാൽ മാറാത്തതൊന്നുമില്ല. ഹല്ലേലൂയ. വിശ്വാസത്താൽ മാറാത്തതൊന്നുമില്ല. വിശ്വാസത്താൽ നിന്റെ മുമ്പിൽ പാതകളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രത്തിൽ. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മതിലുകളെ തകർക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിലുള്ള പർവ്വതങ്ങളെ തുടച്ചു മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇനി അടുത്ത ലെവലാണ് നമ്മൾ വായിച്ചത്. വായിച്ച വാക്യം ഒന്നുകൂടി വായിച്ചുകൊണ്ടിരിക്കാം. വായിച്ച വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവരെ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഹല്ലേലൂയ. ഈ മലയൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ അതിനെ മീതെ പറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 55-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എനിക്ക് പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. കൊടുങ്കാറ്റ് വരുമ്പോൾ പ്രാവിനെ പോലെ അല്ല നിനക്ക് ചിറക് വേണ്ടത്. എങ്ങനെയുള്ള ചിറകാ വേണ്ടത്? കൊടുങ്കാറ്റ് വരുമ്പോ കഴുകുന്നൊരു പേടിയില്ല. കാരണം എന്താ അറിയോ? ഈ കൊടുങ്കാറ്റ് വരുന്ന ഒരു ലെവലിന് അതിന് മീതെ അവൻ കയറി പറക്കും. എന്ന് കാലം ഓർത്തുകൊള്ളുന്നതിന് മുമ്പിലുള്ള പർവ്വതത്തിന് മീതെ പറക്കുന്ന ഒരു അനുഭവം. ചില പർവ്വതങ്ങൾ ഹല്ലേലൂയ ഒരുപക്ഷെ നിനക്ക് വിശ്വാസത്താൽ ഹല്ലേലൂയ കയറാൻ സാധിച്ചെന്നിരിക്കും. ഒരുപക്ഷെ വിശ്വാസത്താൽ ഹല്ലേലൂയ ഇതിനകത്തൂടെ ഒരു പാത ഒരുക്കി നിനക്ക് അപ്പുറത്ത് പോകാൻ കഴിഞ്ഞെന്നിരിക്കും. ഒരുപക്ഷെ വിശ്വാസത്താൽ ഈ ഹല്ലേലൂയ പ്രാർത്ഥനയാൽ സ്തോത്രത്താൽ ഈ മലയെ ഇടിച്ചു കളയാൻ കഴിഞ്ഞെന്നിരിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയാല് മല അതുപോലും അറിയാതെ, അതിന്റെ സ്ഥാനം പോലും അറിയാതെ മാറിപ്പോകുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ ദൈവത്തിലെ 2015 ഈ വിഷയത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് 2015 അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ദിവസങ്ങളാണ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ ശക്തിയെ പ്രാപിക്കും. ഞാൻ ശക്തിയെ പ്രാപിച്ചാൽ പ്രതികൂലങ്ങളുടെ മീതെ പറന്നുയരുന്ന ഒരു അനുഭവം 2015 അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ സഭ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ പോകുകയാണ്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ എനിക്കായി കാത്തിരിപ്പീൻ. കർത്താവ് എങ്ങനെ പറഞ്ഞു? പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി യെരൂശലേം വിടാതെ കാത്തിരിപ്പീൻ. നമ്മൾ വീണ്ടും കേട്ടു, ആരാധന ഒന്നും മുടക്കാതെ കാത്തിരിപ്പീൻ, പ്രാർത്ഥനയ്ക്ക് ഒന്നും മുടക്കാതെ. ഹല്ലേലൂയ. നമ്മൾ കേട്ടു ഹല്ലേലൂയ. അല്പം അഡീഷണൽ ആയിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ഹല്ലേലൂയ